ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 20th May. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓപ്ഷൻ്റെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചാർട്ട് പെർഫോമൻസ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന കോൾ ഓപ്ഷൻ വന്നൊരു ട്രേഡിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ് നിങ്ങൾ ഏതെടുത്താലും അതിൻ്റെ ഓപ്ഷൻ്റെ ചാർട്ടാണ് നമുക്ക് അവൈലബിൾ ആവണേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അതിനകത്ത് എൻട്രി കാണിച്ചു തരും, എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട് ഏത് ലെവൽ നമ്മൾ എൻട്രി എടുക്കാം, എക്സിറ്റ് എവിടെയാണെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി സിമ്പിളായിട്ട് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടോ, ഒന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ പേര് ഗംഗ. വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി കോൾ സ്റ്റഡി വന്ന എൻട്രി ഇത് 596 സോഫ്റ്റ് നമുക്ക് ഈ എൻട്രി തന്നിരിക്കുന്നത്. നമുക്ക് ഗ്രീൻ കളറിൽ അപ്പാരോ ആണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. ആരോ വരുമ്പോൾ തന്നെ നമുക്ക് അലർട്ട് നോട്ടിഫിക്കേഷൻ വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മുകളിലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രേഡ് സോഫ്റ്റ് വന്ന 596 അവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 625 ഒരു എക്സിറ്റ് ഉണ്ട്, 649 ആൻഡ് 673 ഇങ്ങനെ 3 എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ റിസ്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ബൈ എൻട്രി വരുമ്പോഴത്തേക്കും ഉടനെ കയറി നമ്മൾ ട്രേഡ് എടുക്കില്ല, 2 കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ ബൈ എൻട്രി ആണെങ്കിൽ ആരോ വന്ന ശേഷം താഴത്ത് പ്രൈസ് ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ഒരു ബാർ കണ്ട് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ എന്തായിരിക്കണം, ഒരു ബാറേ കാണുള്ളൂ, അതെന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണേ. 2 കൺഫർമേഷൻ ഉണ്ടോ നിങ്ങൾ അവിടെ ട്രേഡ് എടുക്കുക. ഇപ്പം താഴത്തെ ബാർ ഇല്ലെങ്കിലും റെസിസ്റ്റൻസ്, ഈ റെഡ് സ്റ്റാർ കണ്ട റെസിസ്റ്റൻസ് ആണ്, അതിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസിന് താഴത്തെ ബാർ നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസോട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പം നോക്കിയാൽ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രസൻ്റ്ലി ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റുമായിട്ട് 194 പോയിന്റ് മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. ഈ റെസിസ്റ്റൻസിലേക്കുമാണ് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ മാർക്കറ്റ് കയറിപ്പോവും. താഴത്തെ ബ്ലൂ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നൊരു സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.